ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നിലത്തിപ്പോര് കാണാനായിട്ട് പോവാം. നമ്മുടെ കാട്ടാലെന്ന് പറഞ്ഞ കോവിലാണ് പോണത്. രാവിലെ തന്നെ ഞാൻ എത്തി, 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തി. ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിനെയാണ് നിലത്തിപ്പോരും പറഞ്ഞിട്ടെന്നൊക്കെ പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളാണ്. കാരണം ഭദ്രകാളിയെ നമ്മൾ പീഠമായിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം സൈഡുകളിൽ അല്ലാതെയും ഉണ്ട്, പക്ഷെ നമുക്ക് കൂടുതലും പീഠമായിട്ടുള്ള ഭദ്രകാളിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മളെ കാട്ടാനെന്ന് പറഞ്ഞ ദേവീക്ഷേത്രം. അങ്ങനെ ഞാൻ നിലത്തിപ്പോരിൻ്റെ കഥ എന്താണെന്ന് പറഞ്ഞുതരാം. 3 പാർട്ടായിട്ടാണ് ഞാൻ ഈ നിലത്തിപ്പോര് പറയാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇനി കഥ എന്താണെന്ന് പറഞ്ഞുതരാം. പണ്ടൊരു കാലത്ത് ദാരികാസുരൻ എന്ന മഹാവീരൻ ദേവലോകത്തെയും ഭൂമിയെയും പിടിച്ചടക്കി. ബ്രഹ്മാവിൽ നിന്നൊരു വരം കിട്ടിയതുകൊണ്ട് ദേവന്മാരെയും സകല ലോകജനങ്ങളെയും ഭയപ്പെടുത്തി. സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിടില്ല. കാരണം അങ്ങനെ പിടിച്ചുകൊണ്ടുപോയിരുന്ന ഒരു ഭീകരനാണ് ദാരികൻ. ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും കൂടെ നമ്മുടെ ശിവനെ സമീപിച്ച് എന്നിട്ട് പറഞ്ഞ് ഭൂമി അപകടത്തിലാണ്, ഒന്ന് രക്ഷിക്കണം എന്നിങ്ങനെ അപേക്ഷിച്ചു ശിവനോട്. അപ്പോൾ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ശിവൻ പ്രത്യക്ഷപ്പെടുത്തിയൊരു ദേവിയാണ് ഭദ്രകാളി. തീപ്പൊലിഞ്ഞ കണ്ണുകളും കരിയും ചുവപ്പും ചേർന്ന മുടിയ മുഖവും ഇരുമ്പ് വാൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഭദ്രകാളി. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവുന്നൊരു ഭദ്രകാളിയുടെ രൂപമാണ് ആദ്യമായി അവരെല്ലാവരും കണ്ടത്. ശിവൻ എന്നിട്ട് പറഞ്ഞു, അവളൊരുത്തി മതി, ഈ ദാരികനെ അവസാനിപ്പിക്കാൻ അവളൊരുത്തി മതി എന്ന് ശിവൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നീണ്ട പോരിന് ആരംഭം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡും തേർഡും പാർട്ട് ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്